ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കി ദൈവവചനം ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് ആദ്യമേ വായിച്ച് കേൾക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ അനുഭവം, ആശ നഷ്ടപ്പെട്ടതായ അനുഭവം, മുമ്പിലേക്ക് നോക്കിയിട്ട് ഒരു പ്രതീക്ഷയുമില്ലാത്തതായ ജീവിത അനുഭവം. ഒരുപക്ഷെ ആ അനുഭവത്തിൽ കൂടി ആയിരിക്കാം നിങ്ങളും കടന്നു പോകുന്നത്. പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം, പ്രത്യാശ നഷ്ടപ്പെട്ടതായൊരു ജീവിതം, ആശയ്ക്ക് വകയില്ലാത്തതായൊരു ജീവിതം. എല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രതിസന്ധികളാണ്. കുടുംബത്തിലാണെങ്കിലും ജോലി സ്ഥാപനത്തിലാണെങ്കിലും ആയിരിക്കുന്ന രംഗങ്ങളിലെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും കടബാധ്യതകളും ഇങ്ങനെ വല്ലാതെ കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അറ്റിരിക്കുന്നതായ ഒരു കൂട്ടം ജനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ അനുഭവത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? പ്രതീക്ഷ നശിച്ചതായ ഒരു വ്യക്തിയാണോ നിങ്ങൾ? പ്രത്യാശ നശിച്ചു പോയൊരു വ്യക്തിയാണോ നിങ്ങൾ? ഇനി ഒരിക്കലും എനിക്കൊരു നല്ല ജീവിതം, ഒരു ഭാവി, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ട് തലതാഴ്ത്തി മുഖം കുനിച്ചിരിക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യാശ തരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രതീക്ഷ തരുന്നതാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-17 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നിരാശപ്പെട്ടിരിക്കുന്നവരോട് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം എന്താണ് സംസാരിക്കുന്നത്? യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ജീവനുള്ള ദൈവമാണ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നത്. മനുഷ്യരാരുടെയും ഉപദേശമല്ല, മനുഷ്യരാരുമല്ല നമ്മളോട് പറയുന്നത്. ജീവനുള്ള ദൈവം, യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് ജീവനുള്ള ദൈവത്തിന്റെ യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, ജീവനുള്ള ക്രിസ്തു നമ്മോട് പറയുകയാണ്, മകനെ, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നീ നിരാശപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല, നീ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല, നീ പിന്മാറേണ്ട ആവശ്യമില്ല, നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. അത് നിന്റെ സൃഷ്ടാവാണ് നിന്നോട് കൽപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും മത നേതാക്കന്മാരല്ല, ഈ ഭൂമിയിൽ ഏതെങ്കിലും വിശുദ്ധന്മാരല്ല, ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മീയ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരല്ല. ജീവനുള്ള ക്രിസ്തു, നിന്നെ മെനഞ്ഞവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു നിന്നോട് പറയുകയാണ്, മകനെ, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നീ തളർന്നിരിക്കേണ്ടവനല്ല, നീ വാടിയിരിക്കേണ്ടവനല്ല, നീ മുഖം കുനിച്ചിരിക്കേണ്ടവനല്ല, നീ നിരാശപ്പെട്ട് തലതാഴ്ത്തിയിരിക്കേണ്ടവനല്ല. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നീ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ, നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ നിനക്കൊരു നല്ല ഭാവിയുണ്ട്. ആത്മീയമായൊരു ഭാവി നിനക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഭൗതികമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഭാവിയിലേക്ക് നിനക്ക് കുതിച്ചുയർന്നു വരാൻ കഴിയും. നീ യേശുവിൻ്റെ വചനം ശ്രദ്ധിക്കുക, നീ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക, യേശുവിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് രക്ഷിതാവും കർത്താവുമായി നീ സ്വീകരിക്കുക. നീ പിശാചിനോട് യാത്ര പറയുക. പാപ വഴികളോട് എന്നേക്കുമായി നീ യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നീ നിന്നെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നീ നിരാശപ്പെട്ടിരിക്കേണ്ട, നീ തളർന്നിരിക്കേണ്ട, നീ പിന്മാറിപ്പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. 43-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 43-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. അവിടെ സങ്കീർത്തക്കാരൻ എന്താണ് പറയുന്നത്? എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക.
അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എന്നിട്ട് നീ പറയണം, ഈ ദൈവം എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? സഹോദരാ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട, നീ തളർന്നിരിക്കേണ്ട, നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട. നിനക്കൊരു നല്ല ഭാവിയുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 23-ാം സങ്കീർത്തനം 27-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിലും സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിക്കാനാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ വിശ്വസിക്കുക. എന്താണ്? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നീ വിശ്വസിക്കുക മകനെ, നീ വിശ്വസിക്കുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്, ആ സ്വർഗീയ യെരൂശലേമിൽ ഞാൻ യഹോവയുടെ നന്മ കാണും. യേശു എന്നെ അനുഗ്രഹിക്കും, യേശു എന്നെ രൂപാന്തരപ്പെടുത്തും, യേശു എനിക്കൊരു നല്ല ഭാവി തരും. മകനെ, നീ വിശ്വസിക്കുക. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നെന്ന് നീ വിശ്വസിക്കുക. അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയാണ്. അവൻ ഇനിയും എനിക്ക് നാവിൽ സ്തുതി തരുന്നവനാണ്. അവൻ എൻ്റെ ചുണ്ടിൽ സ്തുതി തരുന്നവനാണ്. അവൻ എൻ്റെ മുഖത്ത് പ്രകാശം തരുന്നവനാണ്. അവൻ എനിക്ക് ജയജീവിതം തരുന്നവനാണ്. അവൻ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. അവൻ എൻ്റെ ശാപങ്ങൾ മുറിക്കുന്നവനാണ്. എന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയെല്ലാം മറ്റിരിക്കുന്നവരോട് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം പറയുകയാണ്, മകനെ, നീ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. നിന്നെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. നിനക്ക് വേണ്ടി മരിച്ചൊരു യേശുവുണ്ട്. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനാണ് നിരാശപ്പെടുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഇതെൻ്റെ യേശുവിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കുക. അത് ദൈവത്തിൻ്റെ സ്വർഗീയ വചനമാണത്. ആ മാറ്റമില്ലാത്ത വചനം. മനുഷ്യർ മാറിപ്പോകും, കൂട്ടായ്മകൾ മാറിപ്പോകും, ദൈവമക്കൾ മാറിപ്പോകും, ഈ ഭൂമിയിലെല്ലാം മാറും പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ സത്യവചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകുകയില്ല. ഈ മാറ്റം വരാത്ത ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ഈ ദൈവവചനത്തിൽ നിങ്ങൾ അടിത്തറയിടുക. ഈ വചനം നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അനേകര് നിരാശപ്പെട്ടു പോയവരുണ്ട്. എന്നാൽ ആരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നുവോ, ആരെല്ലാം യേശുവിൻ്റെ കാൽക്കൽ വീണുവോ, ആരെല്ലാം യേശുവിനെ സമീപിച്ചുവോ, അവർക്കെല്ലാം ഐശ്വര്യകരമായ ഭാവി കിട്ടിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് തരുന്നതായ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. വീണ്ടെടുപ്പ്, റിഡംഷൻ. നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുന്നതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ ആകെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ റിഡംഷനാണ്, വീണ്ടെടുപ്പാണ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യജാതിയെ വീണ്ടെടുക്കുന്നതായ ദൈവിക പദ്ധതിയാണ് ഈ ദൈവവചനത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ മനുഷ്യനായ ആദാമും ഹവ്വായും ദൈവവചനം ലംഘിച്ച് ഏദൻ പർദീസ അവർക്ക് നഷ്ടമാവുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ടതായ ഏദൻ പർദീസ മനുഷ്യന് തിരികെ ലഭിക്കുകയാണ്. എന്ത് സംഭവിച്ചു ഇതിൻ്റെ ഇടയ്ക്ക്? ഇതിൻ്റെ മധ്യത്തിൽ രണ്ടാം ആദാമാകുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പാപിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ മരിച്ചു. മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ് യേശുക്രിസ്തു ക്രൂശിൽ അവൻ മരിച്ചത് മൂലം, അവൻ്റെ പാപപരിഹാര ബലി മൂലം മനുഷ്യജാതിക്ക് സംജാതമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏദൻ പർദീസ നഷ്ടപ്പെട്ടതായ മനുഷ്യന് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരിശുദ്ധമായ ആ പരിപാവനമായ യാഗം മൂലം നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ പർദീസ അവന് തിരികെ ലഭിക്കുകയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട മനുഷ്യനെ തേടി വന്ന് അവനെ വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം. ഈ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിൽ ഓരോ വാക്കിലും ഇതാ ഉയർന്നു നിൽക്കുന്നതായ ഈ ദൈവ സ്നേഹമാണ് നാം കാണുന്നത്. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവിക അധ്വാനം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ റിഡംഷൻ, വീണ്ടെടുപ്പാണ്
ആ അധ്യായത്തിന് ആകെ തുകയെന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു, അതിൽ ഒരാട് നഷ്ടപ്പെട്ടു. വീണ്ടും നാം താഴേക്ക് വായിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, ആ 10-ൽ 1 നഷ്ടപ്പെട്ടു. വീണ്ടും അടുത്ത ഭാഗം നാം വായിക്കുമ്പോൾ ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു, 1 മകൻ നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നാം പറയാറുണ്ട് മുടിയനായ പുത്രൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മുടിയനായ പുത്രൻ അവൻ്റെ ജീവിതത്തിലും അവസാനം അവൻ നിരാശയിൽ ആണ്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. അവിടെ നാം എന്താണ് വായിക്കുന്നത്? പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൻ്റെ ആ നിരാശയുടെ അടിത്തട്ടിലേക്ക് അവൻ പോയി കഴിഞ്ഞു. എന്താണ് നാം വായിച്ചത്? പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ ഭവനത്തിൽ സമൃദ്ധിയിലും സന്തോഷത്തിലും സുഖ സൗകര്യങ്ങളിലും സമൃദ്ധിയായി ജീവിച്ചിരുന്ന, സന്തോഷത്തിൽ ജീവിച്ചിരുന്നതായ ഈ ഇളയ മകൻ, അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അവന് വരേണ്ടുന്നതായ പങ്കെല്ലാം മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയാവുകയാണ്. അവസാനം അവൻ എത്തിച്ചേരുന്നത് പന്നിയുടെ വാളവരയ്ക്ക് വേണ്ടി അവൻ അധ്വാനിച്ചിട്ടും അത് കിട്ടാത്തതായ ഒരവസ്ഥ. അത്രമാത്രം അവൻ്റെ ജീവിതം തളർന്നു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെയാണ് വായിക്കുന്നത്. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അത്രമാത്രം നിരാശയുടെ ആഴത്തിലേക്ക് ഈ പാവപ്പെട്ട മുടിയൻ പുത്രൻ തരംതാണു പോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവൻ സമൃദ്ധിയിൽ കഴിഞ്ഞതായൊരു കാലമുണ്ടായിരുന്നു. അതിന് 14-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 13-ാം വാക്യം. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സമാധാനവും, എല്ലാ സ്നേഹവും അനുഭവിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിൽ കഴിഞ്ഞതായ ഒരു കാലം ഈ മകനുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അന്ന്! അപ്പനുമായിട്ട് എന്തൊരു സ്നേഹമായിരുന്നു അന്ന്! അപ്പൻ്റെ വേലക്കാരുമായിട്ട് എന്തൊരു ഐക്യമായിരുന്നു അന്ന്! എന്തൊരു കൂട്ടായ്മയായിരുന്നു അന്ന്! അന്ന് ഈ ധനികനായ അപ്പൻ്റെ മകനായി അധികാരത്തോടെ ജീവിച്ചതായ ഒരു കാലമുണ്ടായിരുന്നു. സന്തോഷ സമൃദ്ധിയിൽ ജീവിച്ചതായ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആ കാലത്ത് അവൻ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. അപ്പൻ്റെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. അപ്പൻ്റെ വേലക്കാരുടെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. അവൻ്റെ ഭക്ഷണത്തിന് കുറവുണ്ടായിരുന്നില്ല. വസ്ത്രത്തിന് കുറവുണ്ടായിരുന്നില്ല. സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. സമാധാനത്തിന് കുറവുണ്ടായിരുന്നില്ല. ഒന്നിനും കുറവില്ലാത്ത ഒരു നിറവിൻ്റെ കാലം അവനുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ പന്നി തിന്നുന്ന വാളവരയ്ക്ക് വേണ്ടി അവൻ അധ്വാനിച്ചിട്ടും അവൻ ആരും കൊടുത്തില്ല എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിരാശയുടെ അടിത്തട്ടിലേക്ക് ഈ മുടിയനായ പുത്രൻ താണുപോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ നിരാശപ്പെട്ടു പോവുകയാണ്. അവൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഇല്ല, ഇനി ഒരിക്കലും എനിക്ക് ഒരു മടങ്ങി വരവില്ല. ഇനി എനിക്കൊരിക്കലും ഒരു നല്ല കാലമില്ല. എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഇനി എനിക്ക് പോകാൻ കഴിയുമോ? കാരണം ഞാൻ എല്ലാം നശിപ്പിച്ചവനല്ലേ, ഞാൻ എല്ലാം മുടിച്ചു കളഞ്ഞവനല്ലേ, ഞാൻ എല്ലാം നാമാവിശേഷമാക്കി കളഞ്ഞവനല്ലേ, ഞാൻ എൻ്റെ അപ്പൻ്റെ പേര് ദുഷിപ്പിച്ചവനല്ലേ, ഇനി എനിക്കൊരു മടങ്ങി വരും സാധ്യമല്ല എന്നുള്ളതായ ചിന്തയോടുകൂടി അവൻ നിരാശയിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാലത്ത് അപ്പൻ്റെ സ്നേഹത്തിലും അപ്പൻ്റെ സമൃദ്ധിയിലും അപ്പൻ്റെ സാന്നിധ്യത്തിലും കഴിഞ്ഞിരുന്നതായ അനേക ദൈവമക്കളുണ്ട്. എന്നാൽ ഇന്നെല്ലാം നശിപ്പിച്ച് പിന്മാറിപ്പോയിരിക്കുകയാണ്. ഇന്ന് പിശാചിൻ്റെ വാളവരയ്ക്ക് വേണ്ടി മല്ലിട്ടുകൊണ്ട് അനേകർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ആത്മീയമായ നിരാശ ബാധിച്ചിരിക്കുകയാണോ? ഇനി ഒരിക്കലും എനിക്കൊരു എഴുന്നേൽപ്പില്ല, ഇനി ഒരിക്കലും എനിക്കൊരു മടങ്ങി വരവില്ല, ഇനി എനിക്കൊരിക്കലും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ടൊന്നും എഴുന്നേൽക്കാൻ കഴിയുകയില്ല, ഇനി ഒരിക്കലും എനിക്കൊരു ജയജീവിതം കിട്ടുകയില്ല, ഇനി ഒരിക്കലും എനിക്ക് യേശുവിൻ്റെ ഒരു വേലക്കാരനായി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് നിരാശപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? കാരണം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 6-ാം അധ്യായം 4-മുള്ളതായ വാക്യം വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായം 4-മുള്ളതായ ചില വാക്യം വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്
ഭയാനകമായൊരു അനുഭവം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്കൊന്നോടെ വായിക്കാം ആ വാക്യം, നാലാം വാക്യം മുതൽ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദാനം ആസ്വദിച്ച ദൈവമക്കളെ ഈ വാക്കുകൾ കേൾക്കുന്നില്ലേ? ഒരിക്കലും ഈ പ്രകാശം കിട്ടിയതല്ലേ? ഒരിക്കലും ഈ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നതല്ലേ? ഒരു കാലത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഈ സ്വർഗീയ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ? ഈ സ്വർഗീയ ദാനം നിങ്ങൾ ആസ്വദിച്ചതല്ലേ? ഈ സ്വർഗീയ ദാനം എന്താണ്? അത് ദൈവത്തിൻ്റെ ജീവനുള്ള പരിശുദ്ധാത്മാവാണ്. അത് സ്വർഗീയ കൃപയാണ്. അത് സ്വർഗീയ സ്നേഹമാണ്. അത് സ്വർഗീയ വാത്സല്യമാണ്. അത് സ്വർഗീയ നീതീകരണമാണ്. അത് സ്വർഗീയ പാപക്ഷമയാണ്. ഈ സ്വർഗീയ ദാനം അനുഭവിച്ച അനേക ദൈവമക്കൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്നത്തെ നിങ്ങളുടെ അനുഭവം എന്താണ്? ദൈവം നൽകിയതായ ഈ സൗജന്യ ദാനങ്ങളെല്ലാം, ഈ സ്വർഗീയ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി നഷ്ടബോധത്തോടുകൂടിയാണോ നിങ്ങൾ ഇന്നിരിക്കുന്നത്? ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയം ആസ്വദിക്കുകയും ചെയ്തവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക പരിശുദ്ധാത്മാവിനെ, ഈ സ്വർഗീയ ദാനം നിങ്ങൾ ആസ്വദിച്ചതല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതല്ലേ? നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിച്ചതല്ലേ? ഈ സ്വർഗീയ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടത് നിങ്ങൾക്ക് അനുഭവമില്ലേ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചവരല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടോ? ഈ മുടിയൻ പുത്രനെ പോലെ എല്ലാം ചെലവഴിച്ച് നാനാവിധമാക്കി കളഞ്ഞു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമെല്ലാം ഇറങ്ങിപ്പോയി ദൈവം തന്ന സ്വർഗീയ ദാനങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയവരാണോ നിങ്ങൾ? നാം ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് സ്വന്തം ജീവിതം പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ദൈവത്തിൻ്റെ കൃപയെ വൃഥാവാക്കി കളഞ്ഞവരുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവരുണ്ടോ? മനഃപൂർവ്വം പാപത്തിലേക്ക് പോയവരുണ്ടോ? മനഃപൂർവ്വം അശുദ്ധിയിലേക്ക് ഇറങ്ങിപ്പോയവരുണ്ടോ? മനഃപൂർവ്വം പ്രകടമായ പാപത്തിലേക്ക് പോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ച് ഇതാ ദൈവത്തിന് വഴിയിൽ നിന്ന് മാറിപ്പോയി നിരാശപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്കിനി ഒരു ജീവിതം ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം എഴുതിത്തള്ളിയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? അങ്ങനെ പിന്മാറിപ്പോയവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ പിന്മാറിപ്പോയാൽ, ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് നാം പിന്മാറിപ്പോയാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? അതിൻ്റെ പരിണിത ഫലം എന്താണ്? നാം തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാവുകയാണ്. നാം യേശുവിനെ വീണ്ടും ക്രൂശിലേക്ക് വിടുകയാണ്. മകനെ, നിനക്ക് വേണ്ടി ഒരിക്കൽ യേശു മരിച്ചതാണ്. നിന്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തിയതാണ്. നിന്നെ അവൻ വീണ്ടെടുത്തതാണ്. എന്നാൽ നീ സ്വർഗീയ കൃപകളെല്ലാം അനുഭവിച്ചിട്ട് വീണ്ടും നീ പാപത്തിലേക്ക് പോയാൽ വീണ്ടും നീ യേശുവിനെ കാൽവറിയിലേക്ക് അയക്കുകയാണ്. നീ വീണ്ടും ചാട്ടുവാറ് കൊണ്ട് അടിക്കുകയാണ്. നീ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. നീ വീണ്ടും അവൻ്റെ ശിരസിൽ മുൾമുടി വെക്കുകയാണ്. നീ വീണ്ടും അവൻ്റെ തിരുവിലാവ് നിന്റെ പാപം കൊണ്ട് കുത്തി തുറക്കുകയാണ്. നീ വീണ്ടും ദൈവപുത്രനെ ക്രൂശിക്കുന്നവനും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമം ദുഷിക്കുന്നവരായി തീരുകയാണ്. സഹോദരാ, നീ പിന്മാറിപ്പോയാൽ, നീ ഇപ്പോൾ വീണ്ടും പാപത്തിലേക്ക് പോയാൽ, നീ ദൈവകൃപ വീണ്ടും നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ദൈവ വഴിയിൽ നിന്ന് മാറി നീ പാപ വഴിയിലേക്ക് പോയാൽ ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമം മഹത്വീകരിക്കപ്പെടേണ്ട നാമം അത് നീ മൂലം ദുഷിക്കപ്പെടുകയാണ്. നീ അത് ചിന്തിക്കുന്നുണ്ടോ? നീ അത് തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട്, യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനം പറയുകയാണ്, അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ അത് പ്രയാസമാണെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് സ്വന്തം ജീവിതത്തിൽ കൂടി പറയുന്നുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അത് സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. ഈ പിന്മാറ്റത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ, പ്രിയപ്പെട്ടവരെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യമിട്ട് ഓടിയവർ, പാപ വഴികളോട് യാത്ര പറഞ്ഞവർ, അശുദ്ധ ജീവിതത്തോട് യാത്ര പറഞ്ഞവർ, ഈ ലോക ഇമ്പങ്ങളോട് യാത്ര പറഞ്ഞവർ, കർത്താവും ക്രിസ്തുവുമായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതിന് ശേഷം, ഒന്നുകൂടെ വായിക്കാം.
കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യമിട്ട് ഓടിയവർ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അതിൽ വീണ്ടും കുരുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ആദ്യത്തെക്കാൾ വഷളായി പോകുന്ന അനുഭവമാണത്. വീണ്ടും പാപത്തിലേക്ക് പോയാൽ, വീണ്ടും നാം പിന്മാറിപ്പോയാൽ, പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതം നാം കളിക്കേണ്ട കാര്യമല്ല. നാം വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസ് ആയിട്ട് നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഒരിക്കൽ നാം ഈ ദൈവത്തിന് വഴിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, ദൈവത്തിന് സ്തോത്രം, പ്രിയപ്പെട്ടവരെ, അത് ഭയാനകമായ അനുഭവത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അതവർ അറിയാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ഈ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം, ഈ സത്യത്തിന്റെ വഴിയിലേക്ക് വന്നതിന് ശേഷം, ഈ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം, ഒരു മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം, വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം നാം പാപത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അത് അറിയാതിരിക്കുന്നതാണെന്ന് അപ്പോസ്തലന്റെ നാവിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ ഇന്നൊരു പിന്മാറ്റക്കാരനായിട്ടാണോ ഇന്ന് വചനം കേൾക്കുന്നത്? നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാണോ? അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു എന്ന് ദൈവത്തിന് വചനം പറയുന്നു. നാം ഇന്ന് ആരുടെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ? പിന്മാറ്റത്തിലേക്ക് പോയി നശിക്കുന്നവരുടെ കൂടെയാണോ? അതോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം ജീവിക്കുന്നത്? നാം ഇന്ന് പിന്മാറ്റത്തിലാണോ? നാം ഇന്ന് പിന്മാറ്റത്തിൻ്റെ വഴിയിലാണോ? ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം 26-27 വാക്യം കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്യാൽ, പ്രിയപ്പെട്ടവരെ, പാപത്തിന് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ എന്ന് ദൈവത്തിന് വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മനഃപൂർവ്വം പാപത്തിലേക്ക് പോയവരാരെങ്കിലും ഉണ്ടോ? മനഃപൂർവ്വം പിന്മാറിപ്പോയവരാരെങ്കിലും ഉണ്ടോ? ദൈവ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ? അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയവരാരെങ്കിലും ഉണ്ടോ? അപ്പൻ തന്നതായ നീതീകരണവും നീതിയുടെ വസ്ത്രവും, അപ്പൻ തന്നതായ അധികാരത്തിൻ്റെ ആ മോതിരവും, അപ്പൻ തന്നതായ ദൈവവേലയുടെ ചെരുപ്പുമെല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം നശിപ്പിച്ചു കളഞ്ഞവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സഹോദര, നീയും നിരാശപ്പെടണ്ട. ജീവനുള്ള ക്രിസ്തു, സ്നേഹവനായ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ദൈവം നിനക്ക് സുബോധം തരികയാണ്. മകനെ, നീ മടങ്ങി വരാനാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ആ ചെളിക്കുഴിയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരാൻ യേശു സ്നേഹത്തോടെ നിന്നെ വിളിക്കുകയാണ്. നീ നിരാശപ്പെടണ്ട, നീയും തളർന്നിരിക്കേണ്ട. നിനക്ക് നല്ലൊരു ഭാവി തരാൻ ഇതാ നിനക്ക് വേണ്ടി ഒരു അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവനായ ഒരപ്പൻ, നിനക്ക് വേണ്ടി എല്ലാം ഇതാ വിട്ടുകളഞ്ഞവനായ ഒരപ്പൻ, നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നവനായ ഒരപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മകനെ, നിന്റെ ചെളിക്കുഴിയിലേക്ക് നിന്റെ അപ്പൻ ഇറങ്ങി വരികയില്ല. നീ ആയിരിക്കുന്ന ചെളിക്കുഴിയിലോട് നീ യാത്ര പറഞ്ഞ് നിന്റെ അപ്പൻ്റെ അടുക്കലേക്ക് നീ മടങ്ങി വരിക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മടങ്ങി വരാൻ തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ മുടിയൻ പുത്രൻ എല്ലാം നശിപ്പിച്ചു. അവസാനം അവൻ നിരാശയുടെ ആഴക്കുഴിയിൽ പോയി. പന്നി തിന്നുന്ന വാളവരയ്ക്ക് വേണ്ടി അവൻ അധ്വാനിച്ചപ്പോൾ, അവൻ മല്ലിട്ടപ്പോൾ, അവൻ ലഭിക്കാതെ വന്നപ്പോൾ അവൻ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? അവനൊരു സുബോധം കിട്ടുകയാണ്. 15-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മുടിയൻ പുത്രൻ പന്നി തിന്നുന്ന വാളവരയ്ക്ക് വേണ്ടി അവൻ മല്ലിട്ടപ്പോൾ, കിട്ടാതെ വന്നപ്പോൾ അവന് സുബോധം വരികയാണ്. അവൻ സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ചിന്തിച്ചത്, എൻ്റെ അപ്പൻ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. സഹോദര, നിനക്കൊരപ്പനുണ്ട്. നിന്നെ സ്നേഹിക്കുന്നൊരപ്പനുണ്ട്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരപ്പനുണ്ട്. നിനക്ക് വേണ്ടി വേദനിക്കുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവ് നിനക്ക് സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ മറന്നിട്ടില്ല.
നീ അവനെ മറന്നെങ്കിലും യേശു നിന്നെ മറന്നിട്ടില്ല സഹോദര. മകനെ, നീ അവനെ വിട്ട് പോയെങ്കിലും അവൻ നിന്നെ വിട്ട് പോയിട്ടില്ല. അവൻ്റെ സ്നേഹത്തിൻ്റെ ചരട് നിൻ്റെ അരികിലേക്ക് നീണ്ടു നീണ്ട് വരികയാണ്. ആ സ്നേഹത്തിൻ്റെ ആ സ്വാധീനം നിന്നിലേക്ക് വരികയാണ്. നിന്നെ അവൻ മറന്നിട്ടില്ല, നിന്നെ അവൻ മറക്കുകയുമില്ല. കാരണം നീ അവൻ്റെ മകനാണ്. നിനക്ക് വേണ്ടി അവൻ രക്തം ചിന്തിയതാണ്, നിന്നെ അവൻ വീണ്ടെടുത്തതാണ്, നിനക്ക് വേണ്ടി അവൻ ജീവരക്തം ഊറ്റിയതാണ്. അവൻ നിന്നെ മറക്കുകയില്ല, അവൻ നിന്നെ മറക്കാൻ സാധ്യവുമില്ല. മകനെ, ഈ ഭൂമിയിൽ നിന്നെ ആര് സ്നേഹിച്ചില്ലെങ്കിലും നിന്റെ രക്ഷകൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവൻ നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ്, അവൻ നിനക്ക് വേണ്ടി രക്തമൂറ്റിയവനാണ്, അവൻ നിനക്ക് വേണ്ടി സകലവും ത്യജിച്ചവനാണ്, അവൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവനാണ്, അവൻ നിന്റെ രക്ഷകനാണ്, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നിന്റെ നല്ല പിതാവാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവന് സുബോധം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുബോധം കിട്ടുന്നുണ്ടോ? ഞാൻ എല്ലാം നശിപ്പിച്ചല്ലോ, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയല്ലോ, എല്ലാം ഞാൻ തകർത്ത് കളഞ്ഞല്ലോ. ദൈവം നിങ്ങൾക്ക് സുബോധം തരട്ടെ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സുബോധം തരട്ടെ. നിങ്ങൾ അപ്പനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾക്കൊരു അപ്പനുണ്ട് സഹോദര, നിനക്കൊരു അപ്പനുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, നിന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്. നീ എത്രമാത്രം ചെളിയിലേക്ക് പോയെങ്കിലും നീ ആ ചെളിക്കുണ്ടിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ നീ തീരുമാനം എടുക്കുന്നുവെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നൊരപ്പനുണ്ട്. അവന് സുബോധം കിട്ടിയപ്പോൾ അവൻ ആദ്യം ചിന്തിച്ചത് എന്താണ്? ഓ, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ ഭവനം, എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ, ഞാനോ വിശപ്പുകൊണ്ട് നശിക്കുന്നു. എന്നാൽ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ സമൃദ്ധിയാണ്. മകനെ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. നീ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക, നീ അപ്പൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരിക. അവൻ നിന്നെ സ്വീകരിക്കും, അവൻ നിന്നെ കഴുകും, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരികെ തരും. ഈ ദൈവം ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നല്ലൊരപ്പൻ ജീവിക്കുന്നുണ്ട്. ആ അപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ഈ മുടിയൻ പുത്രന് സുബോധം കിട്ടി. അവൻ എഴുന്നേൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആരെല്ലാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എഴുന്നേൽക്കുന്നുണ്ട്. ഈ ചെളിക്കുണ്ടിൽ നിന്ന് ആരെല്ലാം എഴുന്നേൽക്കുന്നുണ്ട്. പാപത്തോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്. ഈ പന്നിയുടെ വാളവരയോട് ആരെല്ലാം യാത്ര പറയുന്നുണ്ട്. പിശാചിനെ ആരെല്ലാം ഉപേക്ഷിക്കുന്നുണ്ട്. ആരെല്ലാം അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് എഴുന്നേൽക്കാമോ പ്രിയപ്പെട്ടവരെ? ശാരീരികമായിട്ട് എഴുന്നേൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് എഴുന്നേൽക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. മുടിയൻ പുത്രൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവൻ്റെ കാൽക്കലങ്ങ് വീഴും. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയും. എന്താ പറയുന്നത്? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേരിനെ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ നീ ആക്കണമേ എന്ന് ഞാൻ പറയുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ മുടിയൻ പുത്രൻ എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആരുടെയെല്ലാം ഹൃദയത്തിൽ തീരുമാനം വരുന്നുണ്ട്? ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്? ആരെല്ലാം അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നുണ്ട്? മകനെ, നീ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അപ്പൻ തിരികെ തരും. നിനക്കൊരു നല്ല ഭാവി കിട്ടും. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ അപ്പൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ആരെല്ലാം മടങ്ങി വരുന്നുണ്ട്? നിങ്ങളെ അവൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സ്നേഹനിധിയായ ഒരു അപ്പൻ കാൽവറിയിൽ കാത്തിരിക്കുകയാണ്. നിന്റെ മടങ്ങി വരുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുമോ? അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല, എനിക്ക് അർഹതയില്ല കർത്താവേ. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരികയാണ്. പാപബോധത്തോടെ കുരിശിൻ ചൂട്ടിലേക്ക് വരിക. മകനെ, യേശു നിന്നെ സ്വീകരിക്കും, യേശു നിന്നെ കഴുകും, യേശു നിന്നെ മുദ്രയിടും. അവൻ നിന്നെ വീണ്ടും നിന്റെ മകനായിട്ട് അവൻ അംഗീകരിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി നിന്നെ മാറ്റും. നീ നിരാശപ്പെടേണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് മടക്കി വരുത്തുവാൻ അവിടെ ഞങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നല്ല ഭാവിയുണ്ടെന്ന് അവിടുന്ന് ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെ അവിടുന്ന് പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ സന്നിധിയിലേക്ക് മടക്കി വരുത്തണമേ. പിന്മാറ്റക്കാർ തിരിച്ചു വരുത്തണമേ. അവരുടെ പേര് നീ വീണ്ടും ജീവൻ്റെ അവസ്ഥയിൽ എഴുതി ചേർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.